ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുടിയേറ്റം ഒരു വലിയ വിഷയമായി തീർന്നിരിക്കുകയാണ് എല്ലാ ലോകരാജ്യങ്ങൾക്കിടയിലും. ഓരോ രാജ്യത്തും, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആഭ്യന്തര യുദ്ധമുണ്ടാകുന്നു, കലഹമുണ്ടാകുന്നു, കലാപമുണ്ടാകുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമുണ്ടാകുമ്പോൾ ആ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റൊരു രാജ്യത്തിലേക്ക് അഭയം ചോദിച്ച് കയറേണ്ടി വരുന്നു. താലിബാനികൾ അഫ്ഗാൻ പിടിച്ചെടുത്തപ്പോഴും, സിറിയയിൽ ആഭ്യന്തര പ്രശ്നമുണ്ടായപ്പോഴും, പാകിസ്ഥാനില്, ബംഗ്ലാദേശില്, ഇതൊക്കെ കാരണം അവിടെയുള്ള സ്വദേശികളായ ആളുകൾ പ്രാണരക്ഷാർത്ഥം കയ്യിലെടുക്കാനുള്ളതൊക്കെ എടുത്ത് പെട്ടിയും കുട്ടികളുമൊക്കെയായി ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് കുടിയേറേണ്ടി വരുന്നു. ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമേ ആ സമയത്ത് അവർക്ക് ആലോചനയുള്ളൂ. ഇപ്പോഴിതാ അതുകൊണ്ട് തന്നെ കുടിയേറിയ ആളുകൾ മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ടും, അവർ കുടിയേറി ഓരോ രാജ്യത്തേക്കും പ്രാണരക്ഷാർത്ഥം കയറി ചെന്നപ്പോൾ അവരെ പുറത്താക്കിയ അവരുടെ ആ ഗോത്ര മതവും കൂടി തലയിലേറ്റി പോയതുകൊണ്ടും അഭയം കൊടുത്ത രാജ്യത്തിൻ്റെ കൂടി സമാധാനം കവർന്നെടുക്കുന്ന രൂപമാണ് പിന്നീട് കണ്ടത്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ കുടിയേറ്റത്തിനെതിരെ. ഇലോൺ മസ്ക് ജർമ്മനിയിലെ വലതുപക്ഷ പാർട്ടിയായ AfD എന്ന പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആരോപണം ശക്തമാകുകയാണ്. എക്സ് എന്ന ലോകത്തിലെ ശക്തമായ സാമൂഹ്യ മാധ്യമത്തിന്റെ ഉടമ കൂടിയാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കോടീശ്വരനായ ഇലോൺ മസ്ക് അഥവാ ട്വിറ്റർ. എന്താണ് AfD എന്ന പാർട്ടിയുടെ പ്രത്യേകതകൾ? സ്വന്തം രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കണം എന്ന് വാദിക്കുന്ന പാർട്ടിയാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ RSSുമായി സാമ്യം തോന്നുമെന്ന് അർത്ഥം. ഇതുപോലെ വിദേശത്ത് നിന്നുള്ള ഇസ്ലാം കുടിയേറ്റത്തെ നഖശിഖാന്തം എതിർക്കുന്ന പാർട്ടി കൂടിയാണിത്. ഇതാണ് ഇവിടുത്തെ മതേതര കോൺഗ്രസ് പോലെയുള്ള ജർമ്മനിയിലെ ഇടതുപക്ഷ പാർട്ടികളെ വിറളി പിടിപ്പിക്കുന്നത്. ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന AfD എന്നതിന്റെ മുഴുവൻ രൂപമാണ് ഈ പാർട്ടിയുടെ പേര്. ജർമ്മനിയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തീരെ പ്രാധാന്യമില്ലാതിരുന്ന AfD വളരെ പെട്ടെന്നാണ് വളർന്നത്. പ്രത്യേകിച്ച് ജർമ്മനിയിൽ ഇസ്ലാമിക തീവ്രവാദം പടർന്നു പിടിച്ചത് AfDക്ക് വളമായി. അതോടെയാണ് 2017 തെരഞ്ഞെടുപ്പിൽ 94 സീറ്റുകൾ നേടി AfD 3ാം സ്ഥാനത്തെത്തിയത്. 2023 മുതൽ ജർമ്മനിയിലെ രണ്ടാമത്തെ ശക്തമായ പാർട്ടിയായി AfD മാറി. ഇലോൺ മസ്ക് അതത് രാജ്യത്തിന്റെ സംസ്കാരം നശിപ്പിച്ചുകൊണ്ടുള്ള ആഗോളവൽക്കരണത്തിനെതിരാണ്. അതാത് രാജ്യത്തിന്റെ പൈതൃകവും സാംസ്കാരിക തനിമയും കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ആ രാജ്യം അഭിവൃദ്ധിപ്പെടൂ എന്ന അഭിപ്രായക്കാരനാണ് ഇലോൺ മസ്ക്. ആലിസ് വെയ്ഡെഫ് ആണ് ഈ പാർട്ടിയുടെ നേതാവ്. ആണവോർജം വേണ്ട എന്ന് വെച്ചവരാണ് ജർമ്മനിയിലെ മറ്റു പാർട്ടികൾ. ഇത് ജർമ്മനിയെ ഊർജത്തിന്റെ കാര്യത്തിൽ ദരിദ്രരാക്കി മാറ്റി. എന്നാൽ AfD ന്യൂക്ലിയർ പവർ വേണം എന്ന് വാദിക്കുന്നവരാണ്. AfD എന്ന പാർട്ടിക്ക് മാത്രമേ ജർമ്മനിയെ രക്ഷിക്കാനും ആ രാജ്യത്തെ ലോകത്തെ മികച്ച രാഷ്ട്രമാക്കി മാറ്റാനും കഴിയൂ എന്നും ഇലോൺ മസ്ക് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുടിയേറ്റം കാരണം സമാധാനം നഷ്ടപ്പെട്ട മറ്റൊരു രാജ്യമാണ് കാനഡ. കാനഡയിലെ ഗതിയും വിഭിന്നമല്ല. കാനഡ ഉപേക്ഷിച്ച ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യൻ വിദ്യാർത്ഥികൾ യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നതായിട്ട് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായതും പെട്ടെന്നുള്ള കുടിയേറ്റ നയ മാറ്റങ്ങളുമാണ് കാനഡയെ ഉപേക്ഷിക്കാൻ കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം വരെ കാനഡയിലെ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. ഇതും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. കാനഡയെ ഒഴിവാക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഒപ്പം ജർമ്മനി, അയർലാൻഡ്, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ടതാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി ജർമ്മനിയിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്ക് ശ്രദ്ധേയമാണ്. 2024 ഏകദേശം 51,600 വിദ്യാർത്ഥികൾ ജർമ്മനിയെ അവരുടെ ഉന്നത വിദ്യാഭ്യാസ ലക്ഷ്യസ്ഥാനമായി തിരഞ്ഞെടുത്തു. 2023 43,000-ഉം 2022 34,000-ഉമായിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. അതുപോലെ 2022 7,000,
2023 10,000, 2024 12,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അയർലൻഡിനെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു എന്നതും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദേശ പഠനം കാനഡയിൽ നിന്ന് യൂറോപ്പിലേക്ക് മാറ്റുന്നതിന് മറ്റൊരു പ്രധാന കാരണം ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസം നൽകുന്നതും നിരവധി സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതുമാണ്. ജർമ്മനി, ഫ്രാൻസ്, ലാത്വിയ, പോളണ്ട്, ഫിൻലാൻഡ് എന്നിവയുൾപ്പെടെ രാജ്യങ്ങളിൽ ഉടനീളമുള്ള പൊതു സർവകലാശാലകളാണ് ഇവ വാഗ്ദാനം ചെയ്യുന്നത്. കൂടാതെ യൂറോപ്പ് മേഖലയിലെ മിക്ക രാജ്യങ്ങളും കൂടുതൽ കാലം പഠനാനന്തര വർക്ക് പെർമിറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫ്രാൻസും ഡെൻമാർക്കും 2 വർഷം വരെ വർക്ക് പെർമിറ്റ് നൽകുമ്പോൾ ജർമ്മനി 18 മാസമാണ് അനുവദിക്കുന്നത്. ഇതും ഇന്ത്യൻ വിദ്യാർത്ഥികളെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമാകുന്നു. നമുക്കറിയാം, 9 വയസ്സുള്ള കുട്ടിയടക്കം 5 പേരുടെ ജീവനെടുത്ത ക്രിസ്മസ് മാർക്കറ്റിലെ ആക്രമണത്തില് ജർമ്മൻ ജനത ഏത് രൂപത്തിലാണ് രോഷം പ്രകടിപ്പിച്ചതെന്ന്. ഈ കുടിയേറ്റക്കാർ ഓരോ രാജ്യത്തും ചേക്കേറി അവർക്ക് സംരക്ഷണവും അതുപോലെ പൗരത്വവും സ്വാതന്ത്ര്യവും എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടിക്കഴിയുമ്പോൾ ആ രാജ്യത്തുള്ള ജനതയെ അടക്കി ഭരിക്കാൻ ഇവരാരംഭിക്കും. ഇവരുടെ മതവും മതനിയമവും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ആക്രമണത്തെ തുടർന്ന് ഫാർ റൈറ്റ് സമരക്കാരാണ് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയത്. കുടിയേറ്റ നയം മാറ്റണം എന്ന പ്രതിഷേധക്കാരുടെ ആവശ്യം ശക്തമായി. 1000-ലധികം ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇസ്ലാമിക വിരുദ്ധനായ സൗദി വംശജന്റെ മനോനില വിട്ട ആക്രമണം കുടിയേറ്റക്കാർക്ക് വലിയ രൂപത്തിൽ പാരയാകുമെന്നാണ് പറയുന്നത്. കാരണം ഒരാൾ എന്ത് ചെയ്താലും മുഴുവൻ കുടിയേറ്റക്കാരെയും അത് സാരമായി ബാധിക്കും. 2015 അന്നത്തെ ചാൻസലർ ആംഗല മെർക്കൽ നടപ്പാക്കിയ ഓപ്പൺ ഡോർ നയം 10 ലക്ഷം കുടിയേറ്റക്കാർക്കാണ് ജർമ്മനിയിൽ അഭയം ലഭിക്കാൻ വഴിയൊരുക്കിയത്. ഈ നയത്തിനെതിരായ വിമർശനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജർമ്മനിയിൽ ഉയരുന്നുണ്ടെങ്കിലും ഈ ആക്രമണം കുടിയേറ്റ നയത്തെ കേന്ദ്ര വിഷയമാക്കി വീണ്ടും ചർച്ചയിലെടുത്തു. ഈ സംഭവത്തെ തുടർന്ന് രാഷ്ട്രീയ പ്രത്യാഘാതവും ശക്തമായി നിലനിൽക്കുന്നു. ഫാർ റൈറ്റ് പാർട്ടികളായ AFDയും കൂടാതെ ഇടതുപക്ഷത്തെ BSW പാർട്ടിയും ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾക്ക് ചാൻസലർ ഓലഫ് ഷോൾസിന്റെ ഭരണകൂടത്തെ വിമർശിച്ചു. സുരക്ഷാ സംവിധാനങ്ങളുടെ പുനർനിർമ്മാണം അടിയന്തിരമായി നടത്തണമെന്നും ബൂണ്ടസ്റ്റാഗിൽ പ്രത്യേക സമ്മേളനം നടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുടിയേറ്റക്കാരെ ഈ ഒരു ഒറ്റ കേസിന്റെ അടിസ്ഥാനത്തിൽ നിരാകരിക്കുന്നത് തെറ്റാണ് എന്ന അഭിപ്രായവും എതിർഭാഗത്തു നിന്ന് ഉയരുന്നു. ചാൻസലർ ഷോൾസിന്റെ നേതൃത്വത്തിൽ മഗ്ഡെബർഗ് കത്തീഡ്രലില് പ്രാർത്ഥനാ സമ്മേളനം നടന്നു. വൈരത്തിനും അപ്പുറം നമ്മുടെ കൂട്ടായ്മ ശക്തമാക്കണം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാലും ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ഓർക്കേണ്ട സുരക്ഷാ വീഴ്ചകളും ജർമ്മനിയിലെ കുടിയേറ്റ നയം പുനഃപരിശോധിക്കേണ്ടെന്ന ആവശ്യം കൂടി ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഡിസംബർ 20 മാഗ്ഡബർഗിലെ തിരക്കേറിയ ഒരു ക്രിസ്മസ് വിപണിയിലേക്ക് കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു ആക്രമണം നടത്തിയത്. ഇതിൽ ചുരുങ്ങിയത് 250 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണം നടത്തിയ സൗദി പൗരനായ ഡോക്ടർ അറസ്റ്റിലായിട്ടുമുണ്ട്. 50-കാരനായ ഡോക്ടറെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന് പ്രോസിക്യൂട്ടർ അറിയിച്ചു. തലേബ് എ എന്നാണ് ഇയാളുടെ പേര് എന്ന് പല ജർമ്മൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. സ്വകാര്യത കാത്തുസൂക്ഷിക്കേണ്ടതിനുള്ളതുകൊണ്ടാണ് അയാളുടെ പേരിന്റെ അവസാന ഭാഗം പുറത്തുവിടാത്തത്. മനഃശാസ്ത്രത്തിലും ഫിസിയോതെറാപ്പിയിലും സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തിയാണ് ഇയാളെന്നും പ്രാദേശിക മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നു. സൗദി അറേബ്യയിൽ നിന്നും ഒരു അഭയാർത്ഥിയായി 2006 ജർമ്മനിയിലെത്തിയ ഇയാൾ അന്നു മുതൽ മാഗ്ഡെബർഗിൽ നിന്നും 25 മൈൽ തെക്കുമാറിയുള്ള ബേൽബർഗിൽ താമസിച്ച് മെഡിസിൻ പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. 2013 കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി പൊതുസമാധാനം തകർത്തതിന് ഇയാൾ വിചാരണ ചെയ്യപ്പെട്ടിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ഇയാൾ അഭയത്തിനായി അപേക്ഷിക്കുകയും 4 മാസം കഴിഞ്ഞപ്പോൾ അഭയാർത്ഥി പദവി ലഭിക്കുകയും ചെയ്തു. സൗദി അറേബ്യയിൽ നിന്നുള്ള അഭയാർത്ഥികളോടുള്ള ജർമ്മനിയുടെ സമീപനത്തിലുള്ള അതൃപ്തിയാകാം കാരണമെന്ന് അധികൃതർ പറയുമ്പോഴും ആക്രമണത്തിനുള്ള യഥാർത്ഥ കാരണം ഇനിയും വ്യക്തമല്ല. ഒരു മുൻ മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ഇയാൾ സ്ഥിരമായി ഇസ്ലാമിക വിരുദ്ധ ട്വീറ്റുകൾ ഫോർവേഡ് ചെയ്യാറുണ്ട് എന്നും മതത്തെ നിശിതമായി വിമർശിച്ചും മതം വിടുന്ന വിശ്വാസികളെ അഭിനന്ദിച്ചും ഇയാൾ സമൂഹ മാധ്യമത്തിൽ നിരവധി പോസ്റ്റുകൾ ഇടാറുണ്ടെന്നും പുറത്തു വരുന്നുണ്ട്. യൂറോപ്പിലെ ഇസ്ലാമികവൽക്കരണം തടയുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് ഇയാൾ ജർമ്മൻ സർക്കാരിനെ നിശിതമായി വിമർശിക്കാറുണ്ട്.
ജർമ്മൻ അധികൃതരുമായി തന്റെ സഹപ്രവർത്തകർ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ഏതായാലും ഈ ആക്രമണം ജർമ്മനിയെ ആകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പല പട്ടണങ്ങളിലും ഈ വാരാന്ത്യത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ക്രിസ്മസ് വിപണികൾ റദ്ദാക്കിയിട്ടുമുണ്ട്. നന്ദി.